ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ ഗതിമാറ്റാൻ ശേഷിയുള്ള കരുത്തുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കുതിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയതും പ്രകൃതിദത്തവുമായ തുറമുഖങ്ങളിൽ ഒന്നാണിത്. അന്താരാഷ്ട്ര കപ്പൽചാലുമായി വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപ്രധാനമായ സ്ഥാനം കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ ആഗോള തുറമുഖങ്ങൾക്ക് ബദലായി വലിയ ചരക്ക് കപ്പലുകളെ ആകർഷിക്കാൻ വിഴിഞ്ഞത്തിന് സാധിക്കും. ഒന്നാം ഘട്ട കമ്മീഷൻ ചെയ്യലിന് ശേഷം വലിയ തോതിലുള്ള ചരക്കു നീക്കങ്ങൾക്ക് തുറമുഖം സജ്ജമായി കഴിഞ്ഞു. നിലവിൽ അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. കൂടാതെ റോഡ് മാർഗമുള്ള എക്സീം ചരക്കു നീക്കത്തിന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണമായും ഇപ്പോൾ സജ്ജമായി. സംസ്ഥാന സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചാൽ ജൂൺ ആദ്യവാരത്തോടെ വിഴിഞ്ഞം വഴിയുള്ള റോഡ് മാർഗ ചരക്കു നീക്കത്തിന് തുടക്കമാകും. തുറമുഖത്തെ ദേശീയപാത 66മായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഇതുവഴി ചരക്ക് വാഹനങ്ങൾക്ക് നീങ്ങാനുള്ള അനുമതി ഇനി ദേശീയപാത അതോറിറ്റി നൽകണം. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് കേന്ദ്രം കഴിഞ്ഞ വർഷം നവംബറിൽ അനുമതി നൽകിയിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തെ രണ്ടാം ഘട്ട നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നിലവിലെ 3.1 കിലോമീറ്റർ പുലിമുട്ട് 4 കിലോമീറ്ററായി നീട്ടാനുള്ള നിർമ്മാണം 40% പൂർത്തിയായി. ബർത്തിന്റെ നീളം കൂട്ടുന്നതും നടക്കുകയാണ്. മഴ കനക്കുന്നതിന് മുമ്പ് പരമാവധി ജോലികൾ പൂർത്തിയാക്കാനാണ് ശ്രമം. ഇതുവരെ 950 കപ്പലുകളാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. ചരക്കു നീക്കം സുഗമമാക്കാൻ 20 അധിക ഉദ്യോഗസ്ഥരെ കൂടി വിന്യസിക്കാനുള്ള നടപടികളുമായി കസ്റ്റംസ് വകുപ്പ് മുന്നോട്ടു പോവുകയാണ്. ഇതുവരെ തുറമുഖങ്ങൾ തമ്മിൽ മാത്രമുണ്ടായിരുന്ന ചരക്കു നീക്കത്തിൽ നിന്നും മാറി ഇനി മറ്റു തുറമുഖങ്ങളെ ആശ്രയിക്കാതെ നേരിട്ട് വിഴിഞ്ഞത്തേക്ക് ചരക്കുകൾ എത്തിക്കാനും കൊണ്ടുപോകാനും സാധിക്കും. ഇത് വലിയ രീതിയിൽ സമയവും പണവും ലാഭിക്കാൻ സഹായിക്കും. തുറമുഖ വികസനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച സ്പെഷ്യൽ എക്കണോമിക് സോൺ വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. നിർണായക റിംഗ് റോഡ് പദ്ധതി ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ്. റെയിൽവേ കണക്ടിവിറ്റിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതേയുള്ളൂ. ഇതുവരെ തുറമുഖങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ചരക്ക് നീക്കത്തിലെ കണ്ണി മാത്രമായിരുന്നു വിഴിഞ്ഞം. ഇനി കേരളത്തിലെയും തെക്കൻ തമിഴ്നാട്ടിലെയും ലോജിസ്റ്റിക് കമ്പനികൾക്കും വ്യവസായങ്ങൾക്കും മറ്റു തുറമുഖങ്ങളെ ആശ്രയിക്കാതെ വിഴിഞ്ഞത്തേക്ക് നേരിട്ട് ചരക്കെത്തിക്കുകയും ചെയ്യാം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗം ചരക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാം. ഇതിലൂടെ സമയവും പണവും ലാഭിക്കാം. എക്സീം കാർഗോ തുടങ്ങുന്നതോടെ പ്രധാന കമ്പനികളെല്ലാം വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വ്യവസായങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളം ഇതിനായി ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. തുറമുഖത്തിന് ചുറ്റുമായുള്ള സ്പെഷ്യൽ എക്കണോമിക് സോൺ പ്രഖ്യാപനത്തിലും ഒതുങ്ങി. റിംഗ് റോഡ് ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലുമാണ്. 5000 കോടി നിക്ഷേപത്തിന് തയ്യാറായ ഷറഫ് ഷിപ്പിംഗ് ഏജൻസിക്ക് സർക്കാർ ഭൂമി വാഗ്ദാനം ചെയ്തത് പാലക്കാടാണ്. ഒരേക്കർ ഭൂമി പോലും സർക്കാർ ഏറ്റെടുത്തിട്ടുമില്ല. അതേസമയം വിഴിഞ്ഞത്ത് കണ്ണുവെച്ച് തമിഴ്നാട് സർക്കാർ തിരുനെൽവേലി നങ്ങുനേരിയിൽ ഏറ്റെടുത്തിരിക്കുന്നത് 2000 ഏക്കറാണ്. നിലവിലൊരു കപ്പൽ തുറമുഖത്ത് വന്നു പോകുമ്പോൾ കിട്ടുന്ന GST മാത്രമാണ് സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനം. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെ വരവേൽക്കാൻ സജ്ജമായതോടെ വിഴിഞ്ഞത്തെ ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്രം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ചരക്കു നീക്കത്തിലുണ്ടായ അനിശ്ചിതത്വവും തീരുമാനത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ബാധിക്കാത്ത സമുദ്ര വ്യാപാര കേന്ദ്രമാണ് വിഴിഞ്ഞം വികസനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര കപ്പൽചാലുകളോടുള്ള സാമീപ്യവും സ്വാഭാവികമായ ആഴവും വിഴിഞ്ഞത്തിന് സിംഗപ്പൂർ, കൊളംബോ തുറമുഖങ്ങളേക്കാൾ മുൻതൂക്കം നൽകുന്നുണ്ട്. ലോകോത്തര നിലവാരത്തിലുള്ള അത്യാധുനിക ക്രെയിനുകളും ലോജിസ്റ്റിക് സംവിധാനങ്ങളുമാണ് വിഴിഞ്ഞത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തുന്ന വലിയ മദർഷിപ്പുകൾക്ക് ചരക്കിറക്കാൻ സൗകര്യമില്ലാത്തതിനാൽ കൊളംബോയാണ് ആശ്രയിച്ചിരുന്നത്. വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകുന്നതോടെ ഇന്ത്യയുടെ ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലാക്കുകയും പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയം ലാഭിക്കാൻ സാധിക്കുകയും ചെയ്യും. വിഴിഞ്ഞത്തിന്റെ വരവ് കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കും. തുറമുഖത്തോടനുബന്ധിച്ച് വരാനിരിക്കുന്ന ഇൻഡസ്ട്രിയൽ കോറിഡോറുകളും ലോജിസ്റ്റിക് പാർക്കുകളും 10,000-കണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് മേഖലയിൽ ആഗോളതലത്തിൽ തന്നെ 3-4 പ്രധാന തുറമുഖങ്ങളുടെ പട്ടികയിലേക്ക് വിഴിഞ്ഞം ഉയർത്തപ്പെടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. നിർമ്മാണ ഘട്ടത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും അവയെല്ലാം മറികടന്നാണ് വിഴിഞ്ഞം ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത്. അദാനി പോർട്സുമായി സഹകരിച്ചുള്ള ഈ സംരംഭം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ വിജയമാതൃക കൂടിയാണ്. റെയിൽ റോഡ് കണക്ടിവിറ്റി കൂടി പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ അഭിമാന അടയാളമായി മാറും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.